കൊളസ്ട്രോളുകാർക്ക് ഇതാ ഒരു ഓയിൽ ഫ്രീ ഹൽവ. ഇതിൽ ഓയിലും നെയ്യും ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ, അതുപോലെ കളറും ചേർത്തിട്ടില്ല നമ്മളൊന്നും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനും. വെറും രണ്ട് ഇൻഗ്രീഡിയൻസാണ് നമുക്കിതിന് പ്രധാനമായും വേണ്ടത് കേട്ടോ. അതെല്ലാവരുടെ വീട്ടിലും ചിലയിടത്തെല്ലാം സുലഭമായി കിട്ടുന്നതാണ് അതിലൊരു ഐറ്റം. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇതാ വളരെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഹൽവ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും ഒരു ഓയിലോ നെയ്യോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതിന്. അപ്പോൾ അങ്ങനെ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുക? എല്ലാവരും ഹൽവ എന്ന് പറഞ്ഞാൽ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേവേണ്ട സാധനമാണ്, പക്ഷേ ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തത് പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് നല്ലപോലെ വൃത്തിയിൽ കഴുകി ഒന്ന് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ ജ്യൂസെല്ലാം ഉണ്ടല്ലോ വിത്തോട് കൂടി അതെല്ലാം സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ തോട് കളയരുതേ, തോട് കൊണ്ട് നമുക്ക് നല്ല ആവശ്യമുണ്ട്. അപ്പം തോട് അവിടെ മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ ഫ്രൂട്ടും നമുക്ക് വേണ്ടത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര. ഇപ്പം ഇത്രയൊന്നും കിട്ടിയെന്ന് വരില്ല എല്ലാവർക്കും. അപ്പോൾ ഒരു 3-4 ആണെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ എടുക്കുന്ന പോലെ അതിൻ്റെ ജ്യൂസും ആ സീഡോട് കൂടിയ ജ്യൂസ് ഉണ്ടല്ലോ, അതാ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഇതിനിട്ട്. നല്ല പുളിയൊക്കെ ഉണ്ടാവുകയെ, ഇതിൻ്റെ പുളി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അതെല്ലാം സ്കൂപ്പ് ചെയ്ത് എടുക്കുക. വേണ്ട ഇങ്ങനെ കൊരിയാൽ തന്നെ കിട്ടിയ അത് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ തോടെല്ലാം നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. കുറേ മഞ്ഞയാണ് മാത്രമാണ് ഞാൻ എടുത്തിട്ട്, വയലറ്റ് ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് വെറുതെ കഴിക്കുക എന്തെങ്കിലും വേറെ ഉണ്ടാക്കുകയോ ചെയ്യാം. ഇതൊന്ന് നമുക്ക് ജ്യൂസ് മാത്രം വേർതിരിച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ കുരുവെല്ലാം പൊട്ടും. നമുക്ക് ഈ ഐറ്റത്തിന് നമുക്കിതിൻ്റെ കുരുവൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് ഒന്നിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ, അരിച്ചെടുക്കണം. നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൾസ് മോഡിൽ 1-2 ക്രഷ് ചെയ്യുക. പക്ഷേ കുരു ഉണ്ടാവാൻ പാടില്ല കേട്ടോ. കുരു നല്ല സാധനം കേട്ടോ, നമുക്ക് അപ്പാട് തന്നെ കഴിക്കുക. നല്ലൊരു ഡയറ്ററി ഫൈബറുള്ള ഐറ്റമാണ് കുരു. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുരു എടുക്കുന്നില്ല, കുറച്ച് കുരുവെല്ലാം കളയും, കുറച്ച് ഞാൻ തിന്നും ചെയ്യും കേട്ടോ. എന്നിട്ട് കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത ജ്യൂസ് ഉണ്ടല്ലോ അതൊന്നുകൂടി അരിക്കുക. അതിൽ കുരു ഉണ്ടെങ്കിൽ അത് പോട്ടെ, നമുക്ക് തീരെ കുരു വേണ്ട ഈ ഐറ്റത്തിന്. കുരുവോട് കൂടി നമുക്ക് പലതും വേറെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ തോടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെക്കണം, ആവശ്യമുണ്ട് നമുക്കെന്ന്. അതെല്ലാം ഒരു പാത്രത്തിലിടുക കേട്ടോ. പാത്രത്തിലിട്ടിട്ട് ഇതിൻ്റെ നെകക്കെ തന്നെ വെള്ളം വെക്കണം. എന്നിട്ട് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ വെന്താൽ മതിയാവും കേട്ടോ ഏകദേശം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് മൂടിയും വെക്കാം കേട്ടോ. ഇത് പതച്ച് തൂവൊന്നുമില്ല. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതെല്ലാം അതിൻ്റെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വെള്ളത്തിലേക്ക് കേട്ടോ. എല്ലാം ഒന്ന് വേവണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കണ്ട നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലെ വെള്ളം ഉണ്ടല്ലോ അതൊരു അരിപ്പയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളം എല്ലാം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് തോട് മാത്രം, എന്നിട്ട് ഈ തോട് വേറൊരു പാത്രത്തിലിട്ട് വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം നമ്മളത് ഒരു സ്പൂണ് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ള നിറത്തിലെ പൾപ്പ് അതൊരു സ്പൂണ് വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കുക കേട്ടോ. തണുത്തായത് വേഗം സ്കൂപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ ഇളനീരൊക്കെ പൂളൂലേ, ഇളനീരിങ്ങനെ എടുക്കൂലേ, അതുപോലെ എടുത്താൽ മതി കേട്ടോ. അത്രയും നല്ല സോഫ്റ്റാണിത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് അത് ഒരു പാത്രത്തിൽ വെക്കുക. പിന്നെ ഇതിൻ്റെ തോടുണ്ടല്ലോ, ആ തോടിൻ്റെ കഷ്ണങ്ങളൊന്നും ഇതിൽ പെടാൻ പാടില്ല കേട്ടോ. അത് വളരെ സൂക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. കാരണം ആ തോടിനൊരു കട്ടിയാണ്. കട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ളതാണ്, അത് വേണ്ട നമുക്ക്. അപ്പോൾ എല്ലാ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോടും ഇതുപോലെ ഞാൻ അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് തോട് അത് നോക്ക് കണ്ടോ, ഒരു പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ നമ്മൾ ഞെക്കിയാൽ ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവും. ഇത് കളയാം. നമ്മളതിൻ്റെ തോടിന്ന് എടുത്ത് വെച്ച പൾപ്പാണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുതാക്കി മുറിച്ചൊക്കെ കൊടുക്കട്ടെ. ഞാൻ മുറിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ച ജ്യൂസ് ഉണ്ടല്ലോ നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൾസ് മോഡിൽ അടിക്കുക കേട്ടോ. ഒന്നിച്ചടിച്ചാൽ ചിലപ്പോൾ അത് കട്ടിയായി പോകും. ഇങ്ങനെ
നിങ്ങളെ മിക്സി തന്നെ നിന്നോ എന്നിട്ട് ഇതാ ഒരടി അടിച്ച് ഞാൻ പിന്നെയും കുറച്ചുകൂടെ നമ്മളെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. അങ്ങനെ എല്ലാ ജ്യൂസും ഒഴിച്ച് ഞാൻ നല്ല ഫൈനാക്കി അടിച്ചെടുത്ത കണ്ടോ. ഇത് കാണാൻ തന്നെ എന്തൊരു കൗതുകമല്ലേ. ഇപ്പം തന്നെ നമുക്ക് വാരി തിന്നാൻ തോന്നും. നല്ലൊരു സ്മെല്ല്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ നല്ല അത്ര സ്വീറ്റ് സ്മെല്ലാണ്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ അതാ പൾപ്പുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒന്ന് അളന്ന് നോക്കണം എത്രയുണ്ട് എന്ന്. കാരണം ഇതിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാനുണ്ട് ഒരു ഐറ്റം കൂടി, പ്രധാന ഐറ്റം തന്നെയാട്ടോ. അപ്പോൾ ഇതാ 3 കപ്പ് കിട്ടിയിട്ടുണ്ട്. 750 ml ഉണ്ട്. ഇത് 250 ml-ൻ്റെതാണ്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാക്കണം. ചൂടാകുക കാരണം ഇതൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്കിതിൽ പഞ്ചസാര ചേർക്കേണ്ടത്. പഞ്ചസാരേൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 30 to 50 വേണമെങ്കിൽ ആവാം, മാക്സിമം അത്രയും പെർസെൻറ്റേജാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പം നമുക്ക് 3 കപ്പല്ലേ കിട്ടിയത്. ഇതിപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെച്ചത്. എന്താ പറയുക, അടി പിടിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ കൈവെക്കാണ്ട് എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു 250 ml-ൻ്റെ കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കണം. ഞാൻ പറഞ്ഞു മധുരം നമ്മളെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയെന്ന്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക, കുറച്ച് വേണ്ടവർക്ക് കുറച്ചാക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് നോക്കണേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് സോൾട്ട് കേട്ടോ. ഏത് മധുരത്തിൻ്റെ ഉള്ളിലും ഒരിത്തിരി ഉപ്പിട്ടാൽ അതിനൊരു മധുരം എടുത്ത് കാണിക്കും അല്ലേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. ഞാൻ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ നാരങ്ങയാണ്, അപ്പോൾ അതിൻ്റെ മുഴുവനും ജ്യൂസ് ഒഴിച്ചു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വിചാരിച്ചത്ര മധുരം ഇതിനുണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. എന്നിട്ട് പഞ്ചസാര പോരെങ്കിൽ കുറച്ചുകൂടെ ഇടുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണം തോന്നി ഞാനൊരു 1/4 കപ്പ് കൂടെ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ കൈവെക്കാണ്ട് തന്നെ ഇളക്കുക കേട്ടോ. ഇതിൽ ജലാംശം എല്ലാം നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇളക്കി ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തെന്ന് വരും കേട്ടോ. എനിക്ക് ഏകദേശം 3/4 മണിക്കൂർ ആയിട്ടുണ്ട് ഞാനിത് വറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ. ഇതാ ഇപ്പോൾ ഇതുപോലെ എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെറ്റ് ചെയ്യണം ഒരു പാത്രത്തിൽ. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൽ നെയ്യെല്ലാം തടവുമല്ലോ. ഇത് നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതാ എല്ലാം എടുത്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതാ ഇത് കോരിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ, ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തത്. അതിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു സൈഡിലേക്കേ ഉള്ളൂ, മുഴുവനൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാം ഇട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സിൽ പോലും നമ്മൾ നെയ്യാക്കിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ കഴിയണം സെറ്റാകാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ പിറ്റേ ദിവസമായി കേട്ടോ. ഞാനിതാ എടുത്ത് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാണ്. അപ്പം നമ്മൾ നെയ്യ് തടവില്ല, ബട്ടർ പേപ്പർ ഒന്നും വെച്ചില്ല. അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് കമിഴ്ത്തിയാൽ ചിലപ്പോൾ അത് വീണില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് പതുക്കനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ കേക്ക് ഷേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കോരി എടുക്കുന്നത്. അടിയിൽ നിന്ന് ഇതുപോലെ കോരി എടുക്കുകയാണ് കേട്ടോ. നോക്ക് നിങ്ങൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ. പിന്നെ പാഷൻ ഫ്രൂട്ടിലെ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, പിന്നെ പൊട്ടാസ്യം, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ടും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ ഷുഗറുകാർ പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അടിയിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ നിങ്ങൾ ഇതിൻ്റെ പെർഫെക്ഷൻ അത്രയും വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കുക കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ട് പഞ്ചസാര ഒന്നും ചേർക്കാതെ ഷുഗറുകാർക്ക് ബെസ്റ്റാട്ടോ. ദിവസം ഒരു പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ മതി ഷുഗറുകാർക്ക് കേട്ടോ. അവർക്ക് അതിലെ ബാക്കി ഗുണങ്ങളും കിട്ടും, ഷുഗർ കയറുമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതാ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന്, ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിതാ ഇത് കുറച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് കാണിച്ചു തരാം. മുറിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര പെർഫെക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട് എന്ന്.
എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കണേ. നിങ്ങളെ കമൻറ്റ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് എന്ത് വേണമെങ്കിലും കമൻറ്റോ ക്രിറ്റിസിസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കുക. അതൊക്കെ നിങ്ങളെ താല്പര്യം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് കേട്ടോ. പാഷൻ ഫ്രൂട്ട് വീട്ടിലുള്ളവർ ഇനി ഒറ്റ പാഷൻ ഫ്രൂട്ടും കളയണ്ട, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അവർക്ക്. ഇതിൽ അയൺ അടങ്ങിയതുകൊണ്ട് വിളർച്ചയ്ക്ക് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഹൽവ ഉണ്ടാക്കുന്നത്. അതായത് കൊളസ്ട്രോളുകാർക്ക് വേണ്ടി ഞാൻ തന്നെ എൻ്റെ സ്വയം സൃഷ്ടിയാണ് ഇത് കേട്ടോ, എവിടെയും കണ്ടിട്ടൊന്നുമല്ല. ഇത് നിങ്ങൾ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.